തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, കർത്തൃദാസന്മാരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിൻ്റെ ഈ നിമിഷങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവിൻ്റെ തിരുമൊഴികൾ കേൾക്കാൻ, കാതോർക്കുവാൻ ഇങ്ങനൊരു അവസരം ദൈവം തന്നതോർത്ത് ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് വചനം കേൾപ്പാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ നാം ഒന്നിച്ച് പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവാലോചന, അതിനാധാരമായി സങ്കീർത്തനങ്ങൾ 22:10 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 22-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു, എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം. ഞാൻ ഒന്നോടെ പറയാം. ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു, എൻ്റെ അമ്മയുടെ ഉദരം മുതൽ അങ്ങ് എൻ്റെ ദൈവം. 22-ാം സങ്കീർത്തനം ഒരു കഷ്ടാനുഭവ സങ്കീർത്തനമാണ്. യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെ പ്രവാചക കണ്ണുകൊണ്ട് കണ്ട് ഒരു പ്രവചന ധ്വനിയോടെ എഴുതിയിരിക്കുന്ന സങ്കീർത്തനമാണ്. അപ്പോൾ തന്നെ ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ, ഏകാന്തതകൾ, ഏകാഗ്രതകൾ ഇതെല്ലാം തൻ്റെ ജീവിതാനുഭവത്തോടുള്ള ബന്ധത്തിൽ രചിച്ച സങ്കീർത്തനമാണ്. ഇതിനൊരു ഭാവികാല പ്രവചനധ്വനി ഉണ്ടായിരുന്നു. അത് ക്രിസ്തുവേശുവിൽ നിവർത്തിക്കപ്പെട്ടു. എന്നാൽ ആനുകാലികമായി ദാവീദിൻ്റെ ജീവിതത്തിന് ചില ജീവിതാനുഭവങ്ങൾ അദ്ദേഹം ഇതിനകത്ത് പങ്കുവയ്ക്കുന്നു. നമുക്ക് ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സങ്കീർത്തനത്തെ ഈ നിമിഷത്തിൽ ഒരല്പസമയം ശ്രദ്ധിക്കുന്നതായിരിക്കും ഇന്നത്തെ സന്ദേശത്തിന് ഉചിതം എന്ന ചിന്തയിൽ ഞാൻ ആ പശ്ചാത്തലത്തിൽ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതീവ തീവ്രമായിരിക്കുന്ന കഷ്ടങ്ങൾ, വിവിധ സ്ഥലത്തു നിന്നുള്ള ഉപദ്രവങ്ങൾ, വിവിധ തരം ശത്രുക്കൾ ദാവീദിന് വിരോധമായി പല സ്ഥലങ്ങളിൽ നിന്ന് ശത്രുത്വത്തോടെ പെരുമാറുമ്പോൾ അതിനെയൊക്കെ ആലങ്കാരികമായിട്ട് ഈ സങ്കീർത്തനത്തിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ സങ്കീർത്തനത്തിൽ ആവർത്തിച്ച് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനാ വാചകം, എന്നെ വിട്ട് അകന്നിരിക്കരുതേ, എന്നെ ഇട്ടിട്ട് പോകരുതേ, എന്നോട് അകന്നിരിക്കരുതേ എന്ന വലിയ ആഗ്രഹത്തോടു കൂടെയുള്ള പ്രാർത്ഥനയാണ്. എപ്പോഴും പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ അധികമാകുമ്പോൾ ആളുകൾ ആഗ്രഹിക്കും ഏറ്റവും ബന്ധമുള്ളവർ അടുത്തുണ്ടായിരിക്കണമെന്ന്. മരണസമയത്തൊക്കെ അങ്ങനെ ആഗ്രഹം ഉണ്ടാകും എന്ന് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശാരീരപ്രയാസങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ, സാമ്പത്തിക ക്ലേശം കൊണ്ട് നേരിടുന്ന വലിയ പ്രയാസങ്ങൾ, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആശ്വസിപ്പിക്കാനും ഒക്കെ ആയിട്ട് പണ്ട് കാലത്ത്, ഇന്നാർക്കും സമയമില്ലാത്തതുകൊണ്ട് വന്ന് സഹകരിക്കാനോ കൂടെ നിൽക്കാനോ ഒക്കെ എല്ലാവരും വിവിധ കാര്യങ്ങളിൽ തിരക്കിലാണ്. ഇന്നില്ലാത്തത് സമയമാണ്. അതുകൊണ്ട് മിക്കവാറൊക്കെ ഫോണിലൂടെ കാര്യങ്ങൾ നിർവഹിക്കുകയാണ്, ഒരു വീഡിയോ കോളിലൂടെയൊക്കെ. എന്താണെങ്കിലും പണ്ട് കാലത്ത് ഒറ്റപ്പെടലുകളും വേദനകളും പ്രയാസങ്ങളൊക്കെ നേരിടുമ്പോൾ ഏറ്റവും അടുത്തുള്ളവർ, ഏറ്റവും ബന്ധമുള്ളവർ അടുത്ത് വരുന്നത് ഒരു ഉചിതമായിരുന്നു, അതൊരു ബന്ധമായിരുന്നു. ആ പശ്ചാത്തലത്തിലൊക്കെ ഈ സങ്കീർത്തനക്കാരൻ ഏറ്റവും അടുത്ത ബന്ധമുള്ള ദൈവത്തോട് എന്നെ വിട്ട് അകന്നിരിക്കരുതേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനം കൂടെയാണ് 22-ാം സങ്കീർത്തനം. ബന്ധങ്ങളുടെ സങ്കീർത്തനമാണിത്. ഞാൻ ദൈവവചനത്തിൽ നിന്ന് പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം പറയാം. ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്നത് തിരുവെഴുത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമാണ്. അതുകൊണ്ടാണ് വീണ്ടും ജനനം എന്നൊരു വലിയ വേദപുസ്തകത്തിനകത്ത് ഏറ്റവും വലിയ ഉപദേശമാണ്. ബൈബിൾ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് ബോൺ അഗെയിൻ. നിങ്ങൾക്ക് എത്ര പേർക്ക്, എന്നെ കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്, നിങ്ങൾ ആരെങ്കിലും ആ ഒരു വാക്ക് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വീണ്ടും ജനനം, ബോൺ അഗെയിൻ ക്രിസ്ത്യൻ ലൈഫ്. നിങ്ങൾ ഏത് കുടുംബത്തിൽ ജനിച്ചാലും, നിങ്ങൾ ആരാൽ വളർത്തപ്പെട്ടാലും, നിങ്ങളുടെ സൺഡേ സ്കൂളിൽ പഠിച്ചോ ഇല്ലയോ ഇതൊന്നും അല്ല വിഷയം. നിങ്ങൾ വീണ്ടും ജനിച്ചയാളാണോ? അവിടെ നിന്നാണ് ദൈവവുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത്. വീണ്ടും ജനനത്തിൽ ദൈവം നമ്മുടെ അപ്പനാകുന്നു. അത്ര വലിയ ബന്ധമാണ്. ബൈബിൾ അതിനെ വെച്ചിരിക്കുന്ന പ്രോസസ്സും പ്രൊസീജിയേഴ്സൊക്കെ എത്ര ശ്രേഷ്ഠമാണെന്നറിയാമോ? നിങ്ങളിതുവരെ ഈ ബൈബിൾ കൊണ്ട് നടന്നിട്ട്, നിങ്ങളിതുവരെ ഈ വചനം കേട്ടിട്ട് ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആരോടും ചോദിച്ചിട്ടില്ല?
നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. പോഷനാകരുത്, വഞ്ചിക്കപ്പെടരുത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഗൗരവത്തോടെ അന്വേഷിച്ച് ആരാഞ്ഞ് വിധേയപ്പെടേണ്ട ഒരു വാക്കാണ് ഞാൻ പറയുന്നത്. വീണ്ടും ജനനം. അവിടെയാണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ദൃഢമേറിയ ബന്ധം ആരംഭിക്കുന്നത്. അതിനോട് അനുബന്ധപ്പെട്ടാണ് പിന്നെ ഇങ്ങോട്ടുള്ള ബന്ധങ്ങളൊക്കെ ആകുകയും ചെയ്യുന്നത്. ബൈബിളെ ഏറ്റവും സുന്ദരമായിട്ട് അവതരിപ്പിക്കുന്നു. മനുഷ്യന് ദൈവത്തിൻ്റെ മക്കളാകാം, അപ്പാന്ന് വിളിക്കാം. അതിനുള്ള അവസരം സർവശക്തനായ ദൈവം വെറുതെ ഭംഗിവാക്കല്ല. അതിന് ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ അതിൻ്റെ നടപടിക്രമങ്ങൾ, ഒരു മനുഷ്യൻ, പാപിയായവൻ, ഈ ഭൂമിയിൽ ജനിച്ചവൻ, എത്ര കൊള്ളരുതാത്തവൻ, എത്ര തകർന്നു പോയവൻ, ഈ ലോകത്തിൽ ദൈവം ഇല്ലെന്ന് പറഞ്ഞ് നടന്ന മനുഷ്യനായിക്കോട്ടെ, അറിയായ്മയുടെ കാലങ്ങളെന്നാണ് ഒരു മകനോടുള്ള ബന്ധത്തിൽ ആ ചിന്തയിലാണ് ദൈവം പറയുന്നത്. ആ കാലങ്ങളെ ദൈവം മറക്കും. എത്ര മോശം മനുഷ്യനാണെങ്കിലും ആ മനുഷ്യന് ദൈവത്തിൻ്റെ മോനാകാം, മോളാകാം എന്ന് പറയുന്നിടത്തോളം വലിയ ബന്ധം ലോകത്തിൽ വേറെ ഏതുണ്ട്? അത് ബൈബിളാണ് നമുക്ക് തരുന്നത്. സാക്ഷാൽ ദൈവമാണ് നമ്മെ ഓർപ്പിക്കുന്നത്. പ്രിയരെ, ആ ബന്ധം നിങ്ങളറിയാതെ പോകരുത്. ആ ബന്ധമാണ് ദൈവത്തെ നമുക്ക് ഏറ്റവും ഇടനിലക്കാരില്ലാതെ ആ നിലയിലൊക്കെ വിളിക്കാനും പറയാനും ഒക്കെ നമുക്ക് അവസരങ്ങളെ തരുന്നത് ആ ബന്ധമാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത് എന്ന കാര്യം വളരെ സ്പഷ്ടമായി നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഈ വായിച്ച വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാദരം ക്ഷണിക്കുകയാണ്. എന്താണ് ആ വാക്യത്തിനകത്ത് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്? ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടു, എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം. ആ വാക്ക് കേട്ടോ. ഈ മനുഷ്യന് ദൈവവുമായിട്ട് എന്നു മുതൽ ബന്ധമുണ്ടായി? അതും ഒരു പ്രധാന ചോദ്യമാണ്. നിങ്ങൾക്ക് ദൈവവുമായിട്ട് എന്നു മുതലാണ് ബന്ധമുണ്ടായത്? ഞങ്ങളൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചാണല്ലോ, ഞങ്ങളുടെ മാമോദിസമൊക്കെയാണല്ലോ, ഇതൊക്കെ ആ വക ചിന്തകളൊക്കെ അതൊക്കെ നമുക്കറിയാം, പരമ്പരാഗതമായത്. പക്ഷേ ഈ വാക്കുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്താ എഴുതിയിരിക്കുന്നത്? ഇവിടെ പറയുന്ന രണ്ട് വാചകങ്ങൾ കണ്ടോ? ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടു. അപ്പോൾ എവിടെ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ ബന്ധം തുടങ്ങുന്നത്? ഗർഭപാത്രത്തിൽ നിന്ന് തുടങ്ങുന്ന ബന്ധമാണ്. അങ്ങനൊരു ബന്ധം തുടങ്ങാൻ പറ്റുമോ? ബുദ്ധിക്കും യുക്തിക്കും നമുക്ക് നിരക്കുന്നതല്ല. അടുത്തതോ, എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം. അപ്പോൾ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കാലം മുതൽ ഈ ദൈവം എൻ്റെ ദൈവം എന്ന് ഈ സങ്കീർത്തന രചയിതാവ് പറയുന്നു. എങ്ങനെ അതൊക്കും? ഗർഭപാത്രത്തിൽ ഓർമ്മകളുണ്ടോ? ഗർഭപാത്രത്തിൽ തീരുമാനമെടുക്കാൻ പറ്റുമോ? നാം ഗർഭപാത്രത്തിൽ കിടന്ന സമയത്ത് അന്നത്തെ ഏതെങ്കിലും കാര്യങ്ങൾ ഓർക്കാൻ പറ്റുമോ? 10 മാസത്തോളം എന്നല്ലേ ലോകത്തിൻ്റെ കണക്ക്. 10 മാസം എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കിടന്ന കാലത്ത് അവിടെ കിടന്നപ്പോൾ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? ഓർക്കാൻ പറ്റില്ല. അവിടെ ഓർമ്മകളില്ല, അവിടെ തീരുമാനങ്ങളില്ല, അവിടെ സംഭാഷണങ്ങളില്ല. ഗർഭപാത്രത്തിൽ നിന്ന് വെളിയിൽ വന്നതിന് ശേഷമല്ലേ, പിന്നെയും മാസങ്ങൾക്ക് ശേഷമല്ലേ ഓർമ്മകളും കാര്യങ്ങളുമൊക്കെ നമ്മളിലേക്ക് വരുന്നത്. നമ്മൾ പുറകോട്ട് എത്ര ചിന്തിച്ചാലും നമ്മുടെ ഏറ്റവും കുഞ്ഞുനാളിൽ ഏത് ഓർമ്മയാണ് നമുക്കുള്ളത്? നമ്മൾ കുഞ്ഞായി കിടന്ന കാലത്തെ ഫോട്ടോയൊക്കെ ഒരു പക്ഷേ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അന്നേരം അപ്പനും അമ്മയൊക്കെ പറയും, നീ ഇങ്ങനെ ഇരുന്നേന്ന് പറയുമ്പോൾ ആ ഓർമ്മ നമുക്കില്ലല്ലോ. പക്ഷെ എങ്ങനെ ഗർഭപാത്രത്തിൽ വെച്ച് ദൈവത്തിങ്കിൽ ഏൽപ്പിക്കപ്പെടുകയും അവിടം മുതൽ അങ്ങെൻ്റെ ദൈവമാണെന്ന് പറയത്തക്ക രീതിയിൽ എങ്ങനെ അതിനൊരു തുടക്കം കുറിക്കാൻ പറ്റും? ചിന്തിക്കാൻ പറ്റുന്നത് ഇതാണ്. അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ ഒരുപക്ഷെ അമ്മ ഈ വയറ്റിൽ കിടക്കുന്ന മോനെ ദൈവത്തെ ഏൽപ്പിച്ച് കാണും. കർത്താവേ, അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ, എൻ്റെ കുഞ്ഞിനെ ഞാൻ നിനക്ക് തരികയാണ്, അങ്ങാണ് ഇവൻ്റെ ദൈവം എന്ന് പറഞ്ഞ് അമ്മ സമർപ്പിച്ച് കാണും. അതൊരു പക്ഷേ ഈ സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരനായിരിക്കുന്ന ദാവീദ് ദൈവസന്നിധി ക്ലെയിം ചെയ്യുന്നതായിരിക്കാം. അല്ലാതെ ഗർഭപാത്രത്തിൽ വെച്ച് ഒരാൾക്കും ദൈവത്തെ വിളിക്കാനോ ദൈവമായിട്ട് ബന്ധപ്പെടാനോ ദൈവത്തിങ്കിൽ തീരുമാനമെടുക്കാനോ പറ്റുകയില്ല എന്ന കാര്യം സ്പഷ്ടമാണ്. പക്ഷേ അമ്മ അവനെ ഏൽപ്പിക്കപ്പെട്ടു എന്നാ, ദൈവത്തിങ്കിൽ ഏൽപ്പിക്കപ്പെട്ടു എന്നാ, ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക കാണും. എന്നിട്ടും ദാവീദ് തൻ്റെ ജീവിതത്തിനകത്ത് ആടുകളെ തീറ്റി ആ നിലവാരത്തിലൊക്കെ വളർന്നു വരുമ്പോൾ ദൈവം അവനെ ആള് വിട്ട് വിളിപ്പിച്ച് അഭിഷേകം ചെയ്തു. ഞാൻ ഇന്ന് ഈ വാക്ക് വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയായിരുന്നു, ദൈവമക്കളെ,
ഞാൻ ഈ ചിന്തിക്കുന്നതാണ് ശരിയെങ്കിൽ, അല്ലാതെ എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. എങ്ങനെ ഗർഭപാത്രത്തിൽ വെച്ച് ദൈവത്തിങ്കിൽ ഏൽപ്പിക്കപ്പെടാം, അവിടെ മുതൽ ദൈവമായിട്ട് ബന്ധപ്പെടാം, ദൈവത്തെ അവിടെ വെച്ച് എങ്ങനെ ഓർക്കാം, എനിക്ക് പിടികിട്ടുന്നില്ല. ശാസ്ത്രീയമായിട്ട് നിങ്ങൾക്ക് വല്ല അറിയാമെങ്കിൽ പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഇല്ലെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. പക്ഷെ ഇങ്ങനെ ചിന്തിക്കുക, അമ്മ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ ദൈവത്തിന് കൊടുത്തു. പണ്ട് ഹന്ന ദൈവത്തോട് ഉദരത്തിലാവുന്നതിനേക്കാൾ മുമ്പ് പറഞ്ഞില്ലേ, എനിക്കൊരു ആൺ പൈതലിനെ തന്നാൽ ഞാൻ നിനക്ക് തന്നേക്കാം. ഈ ദാവീദിൻ്റെ അമ്മ ഒരു ഭക്തമതിയായിരുന്നു. കാരണം ദാവീദ് ദൈവസന്നിധി ചെന്ന് പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ദാസിയുടെ മകനാണെന്ന്. അമ്മയെക്കുറിച്ച് അധികം അറിവുകളൊന്നുമില്ല. ഞാൻ നിൻ്റെ ദാസിയുടെ മോനാണ്. എന്താണെങ്കിലും ആ ദൈവദാസി ഈ കുഞ്ഞിനെ ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇത് നിൻ്റെ മോനാണെന്നും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കാം. ആ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്തു. അതുകൊണ്ട് കാലം കുറേ കഴിഞ്ഞാലും അപ്പനും അമ്മയും ഉപേക്ഷിച്ച് കാട്ടിൽ വിട്ടാലും ആടുകളെ തീറ്റാൻ നടന്നാലും ഗർഭപാത്രത്തിൽ വെച്ച് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടവൻ, അമ്മ ദൈവത്തിന് കൊടുത്ത കുഞ്ഞ്, ആ കുഞ്ഞിനെ ദൈവം മറന്നില്ല. അവൻ ആള് വിട്ട് വിളിപ്പിച്ചു. അഭിഷേക തൈലം കൊണ്ട് വീട്ടിൽ ചെന്നു. അവിടെ മുതൽ ഈ മകൻ്റെ ദൈവം ഉയരത്തിൽ ദൈവമായപ്പോൾ കിട്ടിയ സമയമൊക്കെ ആ ദൈവത്തിന് വേണ്ടി പാടിയും പ്രാർത്ഥിച്ചും നടന്നപ്പോൾ ഏറ്റെടുത്ത ദൈവം ഒരിക്കലും അവൻ മറന്നില്ല. പ്രിയരേ, ഇവിടെ അമ്മ ദൈവത്തിനെ ഏൽപ്പിച്ചോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയില്ല. പക്ഷെ ഞാനിവിടെ പറഞ്ഞു നിർത്താം, ദൈവവുമായിട്ടൊരു അനുഗ്രഹിക്കപ്പെട്ട ബന്ധം ഉണ്ടാക്കിയെടുക്കണം. ചുമ്മാ എനിക്ക് ദൈവത്തെ അറിയാം, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചേ, ഞാൻ വചനം കേൾക്കുന്നു, ഞാനുമായിട്ട് ബന്ധമുണ്ട്, ഇതൊന്നുമല്ല വിഷയം. മഹാദൈവവുമായിട്ട് നല്ല ബന്ധം. നമ്മുടെയൊക്കെ അമ്മമാർ ഗർഭപാത്രത്തിൽ വെച്ച് ദൈവത്തെ ഏൽപ്പിച്ചോ ഇല്ലയോ അതൊക്കെ വിട്. ഞാൻ ദാവീദിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇന്ന് നിങ്ങളുടെ പ്രായം ഏതാണെങ്കിലും, ഇന്ന് നിങ്ങൾ എവിടാണെങ്കിലും, നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കണം. എങ്കിലേ ഒരു കഷ്ടതയോ പ്രയാസമോ വരുമ്പോൾ എൻ്റെ അടുക്കൽ നിന്ന് മാറല്ലേ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകത്തുള്ളൂ. ദൈവവുമായിട്ടുള്ള ബന്ധം ഈ ബൈബിളിൻ്റെ ഏറ്റവും വലിയ പ്രമേയമാണ്. ഉദരത്തിൽ നിന്ന് ആ ബന്ധം തുടങ്ങാം. അമ്മമാർ നിരൂപിച്ചാൽ ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുന്നു. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടെ ദൈവവുമായിട്ടുള്ള ഞങ്ങളുടെ അഭേദ്യ ബന്ധം, ആ ബന്ധം എത്ര ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ ഈ ഭൂമിയിൽ അനുഭവിച്ചറിയുന്ന കർത്താവേ, നാഥ, അങ്ങയെ ഞങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. നിത്യതയിൽ ഞങ്ങൾ അങ്ങയെ കാണാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ അങ്ങയോടുള്ള ബന്ധം, അങ്ങയോടുള്ള സ്നേഹം, അങ്ങയ്ക്ക് ഞങ്ങളോടുള്ള കരുതൽ, അത് ഞങ്ങൾ നന്നായിട്ട് അനുഭവിക്കുന്നപ്പ. ആ ബന്ധം ഉദരത്തിൽ നിന്ന് തുടങ്ങാം എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഈ വാക്യത്തിനായി സ്തോത്രം. കർത്താവേ, അമ്മമാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം മക്കളെ ദൈവത്തിനർപ്പിച്ചും അങ്ങനെ വളർത്തി ദൈവകൃപയിലായിരുത്തിയാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമുമ്പിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുമായിട്ടുള്ള അഭേദ്യ ബന്ധം സ്ഥാപിപ്പാൻ ഞങ്ങളെല്ലാവരും ഇടയാക്കണം. ഉദരത്തിൽ നിന്ന് തുടങ്ങുന്ന ബന്ധം എത്ര ശ്രേഷ്ഠം. ഞാൻ പ്രാർത്ഥിക്കുന്നു, എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.